എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കേറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേറ്ററ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ചെറിയ സംശയങ്ങൾക്ക് പോലുമുള്ള മറുപടികൾ നമ്മുടെ ചാനലിൽ വീഡിയോയായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. അപ്പോൾ വാർത്ത എന്തെന്ന് വെച്ചാൽ, കേറ്ററ്റ് പരീക്ഷയ്ക്കിടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്ന മൊബൈൽ ഫോണിലൂടെ സംസാരിച്ച ഉദ്യോഗാർത്ഥിക്ക് പിടിവീണു. ശനിയാഴ്ച നടന്ന കേറ്ററ്റ് അധ്യാപക യോഗ്യതാ പരീക്ഷയ്ക്കിടെ കൊല്ലം ജില്ലയിലെ ഒരു പ്രമുഖ സ്കൂളിലായിരുന്നു സംഭവം. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ ഫോണുകൾ പുറത്തു വയ്ക്കണമെന്ന് അറിയിച്ചിരുന്നു. ഉദ്യോഗാർത്ഥികൾ കൈയിൽ കെട്ടിയിരുന്ന സ്മാർട്ട് വാച്ചുകൾ ഉൾപ്പെടെ അഴിച്ച് പുറത്തു വയ്ക്കുകയും ചെയ്തു. പരീക്ഷ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ കുനിഞ്ഞിരുന്ന് സംസാരിക്കുന്നതായി അധ്യാപികയ്ക്ക് സംശയം തോന്നി. പരിശോധിച്ചപ്പോൾ ഇരു ചെവിയിലും മൊബൈൽ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഇയർബഡുകൾ തിരികെയിരിക്കുകയായിരുന്നു. എന്താണെന്നുള്ള ചോദ്യത്തിന് ശ്രവണ സഹായി ആണെന്നായിരുന്നു മറുപടി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. തുടർന്ന് സ്കൂൾ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് DEO അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരീക്ഷാ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയതായി DEO പറഞ്ഞു. ഉദ്യോഗാർത്ഥി മൊബൈൽ ഫോണിലൂടെ ഉത്തരങ്ങൾ തേടുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്തരം പരീക്ഷകൾക്ക് കേറ്ററ്റ് ആയാലും PSC ആയാലും മറ്റെന്ത് പരീക്ഷകളായാലും അവർ പറയുന്ന രീതിക്ക് തന്നെ നമ്മൾ പോയി പരീക്ഷ എഴുതുക. ചിലപ്പോൾ ജയിക്കാം, ജയിക്കാതിരിക്കാം. അത് പരീക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ അടുത്തപ്പെട്ട ഒരു അവസരമുണ്ട്, അതിന് വേണ്ടി തയ്യാറെടുക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ടാൽ ഈ ഒരു തോക്കുന്നതിനേക്കാളും നാണക്കേടായിരിക്കും ഈ ഒരു സംഭവം. ഇതിൻ്റെ പിന്നെ നടക്കണം, പിന്നെ ഈ ഒരു അവസരം അവർ തരത്തില്ല, അങ്ങനത്തുള്ള പല നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനത്തുള്ള മത്സര പരീക്ഷകൾക്ക് ഇത്തരം അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക എന്നത് തന്നെയാണ്.